ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നൈറ്റിയിൽ സിബ് വെക്കുന്നത് എങ്ങനെയെന്ന് കുറച്ച് ആളുകൾ കമൻറ്റിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, മനസ്സിലാകാത്തവർക്ക് വേണ്ടിയാണ് ലോങ് വീഡിയോ ഇടുന്നത്. അപ്പോൾ ഞാനിവിടെ നീളത്തിലുള്ള ഒരു പീസ് എടുത്തിട്ടുണ്ട്. 9.5 ഇഞ്ച് നീളവും 2 ഇഞ്ച് വീതിയും വേണം. ഞാനിത് 3 ഭാഗം ഉള്ളിലേക്ക് ചെറുതാക്കി മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുഭാഗം അടയാളപ്പെടുത്തുക. അതായത് നീളത്തിൽ തന്നെ വേണം കേട്ടോ. ഇനി നെക്ക് ഭാഗം തുന്നിയെടുത്ത നൈറ്റിയുടെ പീസ് എടുത്ത് അതിൻ്റെ നെക്കിൻ്റെ സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്തെടുക്കുക. തുടക്കക്കാർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇനി സിബ് എടുത്ത് സിബിൻ്റെ നീളം എത്രയാണോ അത് മാർക്ക് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ആദ്യം മടക്കി സ്റ്റിച്ച് ചെയ്ത പീസ് എടുത്ത് നെക്ക് സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത് വെച്ച്, അതായത് കുറച്ച് ഭാഗം മുകളിലേക്ക് കയറി നിൽക്കണം, അങ്ങനെ വെച്ചിട്ട് വേണം പിൻ ചെയ്ത് കൊടുക്കാൻ. അത് ഉള്ളിലോട്ട് മടക്കി സ്റ്റിച്ച് ചെയ്ത് വെക്കേണ്ടതാണ്. ആദ്യം നമ്മൾ സെൻറ്റർ അടയാളപ്പെടുത്തിയ ഭാഗത്ത് വെച്ച് അതിൻ്റെ നേരെ മുകളിൽ തന്നെ വെച്ചിട്ട് വേണം പിൻ ചെയ്ത് കൊടുക്കാൻ. ഇനി ഇതിൻ്റെ സെൻറ്റർ അടയാളപ്പെടുത്തിയ ഭാഗത്ത് നിന്ന് 1/4 ഇഞ്ച് വിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. ഇതിൻ്റെ താഴെ ഭാഗം വരുമ്പോൾ ഓരോ കോർണറിൽ എത്തുമ്പോൾ സൂചി പതുക്കെ കുത്തി നിർത്തി പതുക്കെ തുണി റൊട്ടേറ്റ് ചെയ്ത് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. എങ്കിലേ വൃത്തിയായിട്ട് കിട്ടുകയുള്ളൂ. ഇനി ഇതിന് ശേഷം കുത്തിവെച്ചിട്ടുള്ള പിന്നൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഇതിൻ്റെ സെൻറ്റർ ഭാഗം കട്ട് ചെയ്തെടുക്കാം, നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. സ്റ്റിച്ചിൽ തട്ടാതെ വേണം കട്ട് ചെയ്തെടുക്കാൻ. അതുമാത്രമല്ല, അതിൻ്റെ എൻഡ് പോർഷൻ വരുമ്പോൾ ചെറുതായിട്ട് 2 സൈഡിലും ചെറുതായിട്ട് കട്ടിട്ട് കൊടുക്കണം, എങ്കിലേ കൃത്യമായിട്ട് ഉള്ളിലോട്ട് മടങ്ങി കിട്ടുകയുള്ളൂ. ഇനി ഈ പീസ് ഉള്ളിലോട്ട് നല്ല വൃത്തിക്ക് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. എല്ലാ ഭാഗവും ഇതുപോലെ ഉള്ളിലോട്ട് കൃത്യമായിട്ട് മടക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് സിബ് വെച്ച് കൊടുക്കാം. സിബിൻ്റെ ഫസ്റ്റ് കാണുന്ന ആ പോർഷനില്ലേ, അതൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ കുറച്ച് ഉപയോഗിച്ച് കഴിയുമ്പോൾ സിബിൻ്റെ ഭാഗം പിഞ്ചി വരാൻ സാധ്യതയുണ്ട്. കെട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് സ്റ്റിച്ച് വിട്ട് പോകാൻ സാധ്യതയുണ്ട്. തുന്നുമ്പോൾ സ്റ്റാർട്ടിങ്ങിലും എൻഡ് പോർഷനിലും എപ്പോഴും കെട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. സിബ് വെക്കുമ്പോൾ നെക്കിൻ്റെ ഭാഗം വരുന്ന പോർഷൻ എപ്പോഴും ഒരുപോലെ ആക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ഭാഗം കയറിയിട്ട് ഒരു ഭാഗം ഇറങ്ങിയിട്ടിരിക്കും. അങ്ങനെ വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി 10 ഇഞ്ച് നീളത്തിലും 2.5 ഇഞ്ച് വീതിയിലുമുള്ള ഒരു പീസ് എടുത്ത് അതിൻ്റെ മുകൾ ഭാഗം ഏകദേശം 1 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി ഇതുപോലെ 2ആയി മടക്കി സിബിൻ്റെ സൈഡ് ഭാഗത്ത് പുറത്തേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. താഴെ ഭാഗത്തും ഏകദേശം 1 ഇഞ്ച് ഉള്ളിലേക്ക് മടക്കി തുണി സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ചിങ് താഴെ എത്തുമ്പോൾ ഒരു 1/2 ഇഞ്ച് മുകളിൽ വെച്ച് നിർത്തി ഫൂട്ട് പൊക്കി ആ പീസ് വീഡിയോയിൽ കാണുന്നത് പോലെ പതിച്ചടിക്കാൻ പാകത്തിന് ഉള്ളിലേക്ക് വെക്കുക. ഇനി ഈ താഴെ വരുന്ന ഭാഗം വി പോലെ 2 ഭാഗവും ഉള്ളിലേക്ക് മടക്കി വെച്ച് കോർണർ വരുന്ന ഭാഗത്ത് സൂചി കുത്തി നിർത്തി പതുക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാം.
സ്റ്റിച്ച് ചെയ്യുമ്പോൾ സിബിൻ്റെ ആ സ്റ്റീൽ ഭാഗം വരുന്നില്ലേ, അവിടുന്ന് സൂചി പതുക്കെ അവിടെ തട്ടാതെ വേണം സ്റ്റിച്ച് ചെയ്യാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ സൂചി പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സിബ് ഫിറ്റാക്കുന്നത് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.